അപ്പോൾ ഹായ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ബസ് വേർഡ്സ് എന്നാണ്. എന്ന് വെച്ചാൽ എൻ്റെ പി ജി പ്രിപ്പറേഷനിൽ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിൽ എക്സാമിനർ നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് കുറേ കലവില സാധനങ്ങളൊക്കെ കൊടുക്കും. അതിൽ നമുക്ക് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ആ ക്വസ്റ്റ്യൻ ക്രക്സ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. സോ അപ്പോൾ കുറച്ച് ബസ് വേർഡ്സ് ഇടും. അതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഈ സാധനങ്ങൾ ആ ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന സാധനം ഇതാണ് ഉത്തരം. അപ്പം അങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബസ് വേർഡ്സുകൾ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ കുറച്ച് ക്ലിനിക്കൽ സിനേറിയോസ് അത് നമുക്കൊന്ന് വേഗം ഒന്ന് ഓടിച്ചിട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു ലേഡി വന്നേക്കാണ്. ആ ലേഡിയിൽ ആ ക്ലിനിക്കൽ സിനേറിയോയിൽ ആ ലേഡിക്ക് പോസ്റ്റ്മോർട്ടം പ്രസവിച്ച ശേഷം ആൾക്ക് പിന്നെ ലാക്ടേഷൻ പറ്റുന്നില്ല, മെനിസ്ട്രേഷൻ ഇല്ല, കോൾഡ് ഇൻടോളറൻസ് ഉണ്ട്, അങ്ങനത്തെ സിനേറിയോ തന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? ചിലപ്പോൾ ഒരു ഹിസ്റ്ററിയും തരും, നല്ലൊരു പോസ്റ്റ്മോർട്ടം ഹെമറേജ് ഉണ്ടായിരുന്നു എന്നുള്ള ഹിസ്റ്ററിയും കൂടി ആയാൽ അവരെന്ത് ഉദ്ദേശിക്കണേ, എക്സാമിനർ എന്താ ഉദ്ദേശിക്കണേ, ഷീഹാൻ സിൻഡ്രത്തിനെ കുറിച്ചിട്ടാണ്. അതുകൊണ്ട് നമ്മളിത് MRI ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അതെ എം ടി സെല്ല സിൻഡ്രം എന്നുള്ളത് എം ടി സെല്ല കാണും. അതെ പിറ്റ്യൂട്ടറിയുടെ അവിടെ നെക്രോസിസ് ഒക്കെ വന്നിട്ടുള്ള സംഭവം പിറ്റ്യൂട്ടറി ഇൻഫാക്ഷനാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി അടുത്ത രണ്ടെണ്ണം ഭയങ്കര സിമ്പിളാണ്. ലൈക്ക് ഇപ്പോൾ ഒരു പേഷ്യൻ്റ് വന്നിട്ട് ഹീറ്റ് ഇൻടോളറൻസ്, വെയിറ്റ് ലോസ്, പാൽപിറ്റേഷൻ അതൊക്കെ പറയുകയാണെങ്കിൽ എക്സാമിനർ എന്താ ഉദ്ദേശിക്കുന്നത്, ഹൈപ്പർ തൈറോയിഡിസത്തിനെ കുറിച്ചിട്ടാണ്. എന്നുവെച്ചാൽ തൈറോയിഡ് ഹോർമോൺ കൂടുതലാണ്, ബേസൽ മെറ്റബോളിക് റേറ്റ് കൂടുതലാണ്. ഇനി നേരെ എൻ്റെ ഓപ്പോസിറ്റ് ആലോചിച്ചാൽ മതി. ആ തൈറോയിഡ് ഹോർമോൺ കുറവാണ്, ബേസൽ മെറ്റബോളിക് റേറ്റ് കുറയുമ്പോൾ പേഷ്യൻ്റ് എന്താ കോൾഡ് ഇൻടോളറൻസ്, വെയിറ്റ് ഗെയിന്, മുടി കൊഴിച്ചിൽ അങ്ങനെയൊക്കെ വന്നിട്ട് പ്രസൻറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ഇനി അടുത്തതാണ് ലൈക്ക് അടുത്തൊരു സിനേറിയോയിലെ ഇപ്പോൾ ഒരു നമ്മുടെ പാനിക് അറ്റാക്ക് മിമിക്കാൻ വേണ്ടിയിട്ട് ഒരു പേഷ്യൻ്റ് ഇങ്ങനെ ഭയങ്കരമായിട്ട് റെസ്പ് ചെയ്യാണ് ഇങ്ങനെ ലൈക്ക്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് വാഷ് ഔട്ട് ചെയ്തിട്ട് ആലിക്ലോസിസ് വന്ന് അങ്ങനെ പേഷ്യൻ്റ് എന്താ ഹൈപ്പോ കാൽസീമിയ വരും. അപ്പോൾ വരുന്ന രണ്ട് സൈൻസാണ് എന്ത്, ലൈക്ക് ചോസ്റ്റിക് സൈനും ട്രോഷ്യസ് സൈനും. ചോസ്റ്റിക് സൈൻ എന്താ, നമ്മൾ ഈ ചെവിയുടെ അവിടെ നമ്മൾ ഫേഷ്യൽ നെർവിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഫേഷ്യൽ മസിൽസ് സ്പാസത്തിലോട്ട് പോകും. മറ്റേ ട്രോഷ്യസ് സൈൻ എന്താ, നമ്മൾ BP കഫ് ഇൻഫ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ കാർപ്പോപിഡൽ സ്പാസം, ഒബ്സ്ട്രേഷൻ ഹാൻഡ് പോലെ വരും. അപ്പോൾ ഇതാണ് ഹൈപ്പോ കാൽസ്യം. അപ്പോൾ ഞാനൊരു കാര്യം കൂടി അഡീഷണൽ ആയിട്ട് ചോദിക്കട്ടെ, ഈ ഹൈപ്പോ കാൽസ്യമയിൽ നമ്മുടെ ക്യൂട്ട് ഇൻ്റർവെല്ലിന് എന്താ പറ്റുക, കുറയാണോ കൂടാണോ ചെയ്യുക? അപ്പോൾ ശ്രദ്ധിച്ചോ, ഹൈപ്പോ കാൽസ്യമയിൽ ക്യൂട്ട് ഇൻ്റർവെൽ കൂടാണ് ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞ് ഇനി അടുത്തത് ഒരു പേഷ്യൻ്റ് വന്നേക്കാണ്. പേഷ്യൻ്റ് ഭയങ്കരമായിട്ട് നല്ല റാപ്പിഡ് ബ്രീത്തിങ്, മറ്റേ ഹൈപ്പർ വെൻറ്റിലേഷൻ ഉണ്ട്, പേഷ്യൻ്റ് ഡയബറ്റിക് ആണ്, ഇൻസുലിനൊക്കെ എടുക്കുന്ന ആളാണ്. പക്ഷേ പേഷ്യൻ്റ് ഇപ്പോൾ ഒരു ഫീവർ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ചെക്കൻ ഇപ്പം മരുന്നെടുത്തില്ല, അങ്ങനെയൊക്കെ വന്ന ആ സമയത്ത് പേഷ്യൻ്റ് നമ്മൾ വേഗം കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരും. അപ്പോൾ ഇതൊരു മെഡിക്കൽ കോസ് ഓഫ് അബ്ഡമൽ പെയിൻ ആണ്. അപ്പോൾ എന്താ ഉദ്ദേശിക്കണേ, നമ്മുടെ കവി എന്താ ഉദ്ദേശിക്കണേ? അപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ ഉദ്ദേശിക്കുന്നത് ഡയബറ്റിക് കീറ്റോസിഡോസിസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആൾക്ക് കുസ്മൽസ് റെസ്പിറേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ മെഡിക്കൽ കോസ് ഓഫ് അബ്ഡമൻ പെയിൻ ആണെന്ന് പറഞ്ഞല്ലോ, വേറെ കുറച്ച് മെഡിക്കൽ കോസ് ഓഫ് അബ്ഡമൻ പെയിൻ ഒന്നും എന്താ, പോർഫൈറിയൊക്കെ പറയാം, പക്ഷെ എന്നാലും കുറച്ചും കൂടി കോമൺ ആയിട്ടുള്ളത് ഇൻഫീരിയർ വാൾ MI, അതും ഇതുപോലെ തന്നെ അബ്ഡമൻ പെയിൻ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ഡയബറ്റിക് കീറ്റോസിഡോസിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താ? നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് 2 IV ഫ്ലൂയിഡ് ഇട്ടിട്ട് വേഗം ഫ്ലൂയിഡ് റീപ്ലേസ് ചെയ്യാനാണ് നോക്കേണ്ടത്. അതിന് ശേഷമാണ് അതാണ് ഫ്ലൂയിഡാണ് ആക്ച്വലി ഇൻസുലിനേക്കാൾ ഇമ്പോർട്ടൻ്റ്. ആദ്യം ഫ്ലൂയിഡ് പമ്പ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻസുലിൻ നമ്മൾ യൂഷ്വലി 0.1 യൂണിറ്റ് പെർ kg സ്റ്റാർട്ട് ചെയ്യും, പിന്നെ നമ്മൾ അതിനനുസരിച്ച് ടൈട്രേറ്റ് ചെയ്ത് കൊണ്ടുവരും കേട്ടോ. അത് കഴിഞ്ഞു ഇനി അടുത്ത സിനേറിയോയിൽ ഒരു പേഷ്യൻ്റ് വന്നേക്കാണ്. പേഷ്യൻറ്റിന് എന്ന് വെച്ചാൽ പേഷ്യൻ്റ് വന്നേക്കാണ് വേണമെങ്കിൽ അങ്ങനെ ആലോചിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ക്ലിനിക്കൽ സിനേറിയോയിൽ ഒരു സ്കിൻ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ, ഫറ്റീഗ്, ക്രോണിക്, പിന്നെ മസിൽ ഏക്ക്, വെയിറ്റ് ലോസ്, GI ഡിസ്റ്റർബൻസ് അങ്ങനെയൊക്കെ വന്നുള്ളൊരു പേഷ്യൻ്റ് വന്നേക്കാണ്. എന്ന് വെച്ചാൽ ആക്ച്വലി ഇതൊരു ക്യാൻസറിന് മിമിക് ചെയ്യണ പോലത്തെ ഒരു സംഭവം. വെയിറ്റ് ലോസ്, ഒരു അയ്യോ എനിക്ക് ഡോക്ടറെ വയ്യ, അങ്ങനെ വന്ന സംഭവം. അപ്പോൾ എന്താ കവി ഉദ്ദേശിക്കുന്നത്? ആൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രൈമറി അഡ്രിനൽ ഇൻസഫിഷ്യൻസിനെ കുറിച്ചിട്ടാണ്. എന്ന് വെച്ചാൽ അഡിസൺസ് ഡിസീസിനെ കുറിച്ചിട്ടാണ് എക്സാമിനർ ഉദ്ദേശിക്കുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, പ്രൈമറി അഡ്രിനൽ ഇൻസഫിഷ്യൻസി, സെക്കൻഡറി അഡ്രിനൽ ഇൻസഫിഷ്യൻസി എങ്ങനെ നമ്മൾ തിരിച്ചറിയാം? ഞാൻ പറയട്ടെ, ഈ പ്രൈമറി അഡ്രിനൽ ഇൻസഫിഷ്യൻസി ഗ്ലാൻഡിൻ്റെ പ്രശ്നം, നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ പ്രശ്നം. സോ ഗ്ലൂക്കോകോർട്ടിക്കോയിഡും മിനറൽകോർട്ടിക്കോയിഡും എല്ലാം കുറവായിരിക്കും. അപ്പോൾ മിനറൽകോർട്ടിക്കോയിഡ് കുറവാവണതുകൊണ്ട് എന്താ, ഹൈപ്പർ കലീമിയയും അസിഡോസിസും ഒക്കെ ഉണ്ടാവും പ്രൈമറി അഡ്രിനൽ ഇൻസഫിഷ്യൻസിയിൽ.
അപ്പോൾ നമ്മുടെ ഇത് ഗ്ലൂക്കോക്കോയിഡ് മിനറൽകോർട്ടിക്കോയിഡ് ഒക്കെ കുറവാണെന്ന് വെച്ചല്ലോ. സോ അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പിറ്റ്യൂട്ടറി എന്താ ACTH ഹോർമോണും അതിൻ്റെ ഒപ്പം തന്നെ മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് എല്ലാം കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യും. അപ്പോൾ മെലനോസൈറ്റ് സെക്രീറ്റിംഗ് ഹോർമോൺസ് കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യണതുകൊണ്ട് എന്താ സ്കിന്നിന് കുറച്ച് ഹൈപ്പർ പിഗ്മെൻറ്റേഷനും കൂടി വരും. എന്ത് പ്രൈമറി അഡ്രിനൽ ഇൻസഫിഷ്യൻസിയിൽ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ സെക്കൻഡറി അഡ്രിനൽ ഇൻസഫിഷ്യൻസിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരും? സെക്കൻഡറി അഡ്രിനൽ ഇൻസഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ പ്രശ്നം. അപ്പോൾ ഈ പറഞ്ഞ മിനറൽകോർട്ടിക്കോയിഡ് ആക്ച്വലി ഈ പിറ്റ്യൂട്ടറിയുടെ കൺട്രോളിലല്ല. അപ്പോൾ മിനറൽകോർട്ടിക്കോയിഡ് ആക്ച്വലി അതിൻ്റെ വാല്യൂ ഏകദേശം നോർമലായിരിക്കും. അപ്പോൾ എന്തുണ്ടാവും? പേഷ്യൻ്റ് ഈ ഹൈപ്പർ കലീമിയ അസിഡോസിസ് ഒക്കെ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. പിന്നെ ഈ പിറ്റ്യൂട്ടറിക്കാണ് പ്രശ്നം എന്നുള്ളതുകൊണ്ട് ACTH കുറവായിരിക്കും, MSH കുറവായിരിക്കും. അപ്പോൾ പേഷ്യൻറ്റിന് സ്കിൻ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി അടുത്ത സിനാരിയോയിലോട്ട് പോവാം. അടുത്ത സിനാരിയോയിൽ ഒരു പേഷ്യൻ്റ് കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്നേക്കാം. ആ പേഷ്യൻ്റ് ഷോക്കിലാണ്. ആ പേഷ്യൻറ്റിന് ഓൾട്ടേർഡ് മെൻ്റൽ സ്റ്റാറ്റസ് ഉണ്ട്, വോമിറ്റിംഗ് ഉണ്ട്, അബ്ഡോമിനൽ പെയിൻ ഉണ്ട്. പോയിൻ്റ് ഇതാണ്, പേഷ്യൻ്റ് തന്നെ ചിലപ്പോൾ പറയാം പേഷ്യൻ്റെ മെഡിക്കൽ ഹിസ്റ്ററി എന്നൊക്കെ നമുക്ക് കിട്ടും. അവരുടെ പേഷ്യൻ്റ് സ്റ്റിറോയിഡ് എടുക്കുന്ന ആളാണ്, പക്ഷേ പേഷ്യൻ്റ് ഇപ്പോൾ ഫീവർ ഉണ്ട്, അല്ലെങ്കിൽ പേഷ്യൻ്റ് സ്റ്റിറോയിഡ് എടുത്തിട്ടില്ല, അല്ലെങ്കിൽ പേഷ്യൻ്റ് കുറച്ച് സ്ട്രെസ്സ് സർജറിയിൽ നിൽക്കുന്ന സമയമാണ്, അല്ലെങ്കിൽ ഇനി സ്ട്രെസ്ഫുള്ളായിട്ടുള്ള സംഭവം വരുന്ന സമയത്ത് പേഷ്യൻറ്റിന് വരുന്ന സംഭവം എന്താണ്? അക്യൂട്ട് അഡ്രിനൽ ഇൻസഫിഷ്യൻസി. അത് എൻഡോക്രിനോളജിക്കൽ എമർജൻസിയാണ്. വേറെ എൻഡോക്രിനോളജി എമർജൻസി എന്താ? മിക്സഡിമ, കോമ, അതൊക്കെ ഒരു എൻഡോക്രിനോളജി എമർജൻസി. പിന്നെ പിറ്റ്യൂട്ടറി അപ്പോപ്ലെക്സി, അതൊരു എമർജൻസിയാണ്. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. ഈ അക്യൂട്ട് അഡ്രിനൽ ഇൻസഫിഷ്യൻസി ആയിട്ടൊരു പേഷ്യൻറ്റ് വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ പേഷ്യൻറ്റിന് നമ്മൾ IV ഹൈഡ്രോകോർട്ടിസോൺ കൊടുക്കുക, 100 mg ഇമ്മീഡിയറ്റ്ലി കൊടുക്കുക, പിന്നെ 50 mg IV Q6H കൊടുക്കുക. അങ്ങനെ ഫസ്റ്റ് ഡേയിൽ നമ്മൾ 300 mg കൊടുക്കും. പിന്നെ 200 mg, 100 mg, 50 mg വെച്ചിട്ട് സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഡേയിൽ കൊടുക്കും. പിന്നെ പയ്യെ നമ്മൾ ടേപ്പർ ചെയ്തിട്ട് ഓറൽ ഹൈഡ്രോകോർട്ടിസോണിലോട്ട് പോകും കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ അക്യൂട്ട് അഡ്രിനൽ ഇൻസഫിഷ്യൻസി കുറിച്ച് പറഞ്ഞത്. ഇനി അടുത്ത ഒരു കാര്യം പറയട്ടെ. ഇനിയൊരു അടുത്ത സിനാരിയോയിൽ പേഷ്യൻറ്റിന് പാങ്ക്രിയാറ്റിക് ക്യാൻസർ ഉണ്ട്, പിറ്റ്യൂട്ടറി ക്യാൻസർ ഉണ്ട്, പാരാതൈറോയ്ഡ് ക്യാൻസർ ഉണ്ട്, ഇങ്ങനെയൊക്കെ ഫുൾ ട്യൂമർ. അപ്പോൾ അതെന്താ സംഭവം? അത് MEN1 സിൻഡ്രോം ആണ്. അത് ഓട്ടോസോമൽ ഡോമിനൻ്റ് ആയിട്ടുള്ള MEN1 സിൻഡ്രോം ആണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ MEN1 സിൻഡ്രോത്തിൻ്റെ പേരെന്താ? വെർണറാണോ വെർമറാണോ? വെർണർ എന്ന് പറഞ്ഞാൽ അഡൾട്ട് പ്രോജീരിയ എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് വയസ്സാവുന്ന ഒരു അസുഖമാണ് വെർണർ. ആക്ച്വലി MEN1 പറയുന്നതാണ് വെർമർ. M വരണതാണ് എന്ത്? MEN സിൻഡ്രോം. വെർണർ എന്ന് പറഞ്ഞ സാധനം അഡൾട്ട് പ്രോജീരിയ, പെട്ടെന്ന് വയസ്സാവണത് കേട്ടോ. പിന്നെ അടുത്ത സാധനമാണ് എന്ത്? തൈറോയിഡ്, പാരാതൈറോയ്ഡ് ട്യൂമർ ഉണ്ട്, ഫീനോക്രോമോസൈറ്റോമയൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്താ? MEN2A സിൻഡ്രോം ആണ്. എന്താണ് മ്യൂട്ടേഷൻ? റെഡ് ജീനിനാണ് മ്യൂട്ടേഷൻ. ഇനി അടുത്ത സിനേറിയോയിൽ പേഷ്യൻ്റ് തൈറോയ്ഡ് ട്യൂമർ ഉണ്ട്, ഫിയോക്രോമോസൈറ്റോമ എന്തായാലും ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്താ? ആൾക്ക് ഗാംഗ്ലിയോ ന്യൂറോമെറ്റോസിസ് ഉണ്ട്, മാർഫിനോയിഡ് ഹാബിറ്റസ് ഉണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ എന്താ? നമുക്ക് ഡയറി ആയിട്ട് പോയിട്ട് MEN2B കുത്താട്ടോ. അതും റെഡ് ജീൻ മ്യൂട്ടേഷനാണ്. അപ്പോൾ അത് കഴിഞ്ഞ് 3 മെന്നും കഴിഞ്ഞു. ഇനി അടുത്തൊരു സിനിമയിൽ പേഷ്യൻ്റ് ക്യൂട്ടേനിയസ് ഫ്ലഷിങ്, ഡയേറിയ, ബ്രോങ്കോസ്പാസം, ഹാർട്ടിൽ കുറച്ച് ലീഷൻ. ഹാർട്ടിൽ ഇപ്പോൾ എന്താ പറയുക? ഇപ്പോൾ ട്രൈക്കസ്പിഡ് റീഗർജിറ്റേഷൻ അതൊക്കെ ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ അതെന്താ ഉദ്ദേശിക്കുന്നത്? പേഷ്യൻറ്റിന് സെറോട്ടോണിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂടിയിട്ട് ആൾക്ക് കാർസിനോയിഡ് സിൻഡ്രോം ആണ് സംഭവം. അത് നമ്മൾ തെളിയിക്കാൻ വേണ്ടി നമ്മളെന്താ യൂറിനിൽ 5-ഹൈഡ്രോക്സി ഇൻഡോളാസ്റ്റിക് ആസിഡൊക്കെ കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എന്തിനൊക്കെ കുറിച്ച് ഡിസ്കസ് ചെയ്തു? ഒന്ന് ഷീഹാൻ സിൻഡ്രത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതിൽ പേഷ്യൻ്റ് സർജറി കഴിഞ്ഞിട്ട് ലാക്ടേഷനും മെനിസ്ട്രേഷനൊക്കെ പ്രശ്നം. ഹൈപ്പർ തൈറോയിഡ്സ് ഞാൻ പറയാനില്ല, നിങ്ങൾക്ക് എന്തായാലും അറിയാം. പിന്നെ ഹൈപ്പോകാൽസ്യമയുടെ 2 സൈൻസ് പറഞ്ഞു, ചോസ്റ്റിക് ട്രോസിസ് പറഞ്ഞു. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ ഹൈപ്പോകാൽസ്യമയിൽ QT ഇൻ്റർവെൽ പ്രൊലോഗാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു യങ് പേഷ്യൻറ്റ് ഭയങ്കര റാപ്പിഡ് ബ്രീത്തിങ് ആയിട്ട് അബ്ഡോമിനൽ പെയിനൊക്കെ ആയിട്ട് വന്ന, പിന്നെ ഒപ്പം ചിലപ്പോൾ ഒരു ഫ്രൂട്ടി ഓർഡർ സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെന്താ നമ്മൾ സംശയിക്കേണ്ടത്? ഡയബറ്റിക് കീറ്റോസിഡോസിസ്, NS കൊടുക്കാൻ നമ്മൾ എന്തായാലും ഓർത്തിരിക്കണം കേട്ടോ. ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ പിന്നെ അടുത്തതിൽ സ്റ്റിറോയിഡ് എടുക്കുന്ന ആൾ കുറച്ച് പെട്ടെന്ന് എടുക്കാണ്ടിരുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ തന്നെ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷനും അതൊക്കെ വന്നു. പ്രൈമറി അഡ്രിനൽ ഇൻസഫിഷ്യൻസിയും സെക്കൻഡ് അഡ്രിനൽ ഇൻസഫിഷ്യൻസിയും കുറിച്ചുള്ള ഡിഫറൻസ് പറഞ്ഞു, അത് ഓർത്തിരിക്കണം. പിന്നെ MEN സിൻഡ്രോം കാര്യങ്ങൾ പറഞ്ഞു. 3P പറഞ്ഞ സാധനം MEN1 സിൻഡ്രോം ആണ്. അതിൻ്റെ വെർണറാണോ വെർമറാണോ? വെർമറാണ്.
ഓക്കെ. പിന്നെ മെൻറ്റു പറഞ്ഞു. പിന്നെ അടുത്ത കാര്യം പറഞ്ഞ് കാർസിനോഡ് സിൻഡ്രത്തിൽ എന്താ ക്യൂട്ടേനിയസ് ഫ്ലഷിങ്, ഡയറിയ, ബ്രോങ്കോസ്പാസം ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞു ഇനി അടുത്ത ബസ് വേർഡായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വരാം കേട്ടോ. അപ്പോൾ താങ്ക് യു.